കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ടിലെ സംഘർഷത്തിൽ 74 പേരെ തിരിച്ചറിഞ്ഞെന്ന് കണ്ണൂർ റേഞ്ച് ഡിഐജി യതീഷ് ചന്ദ്ര. 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്ന കാര്യം വ്യക്തമാണ്. വീഡിയോ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിനു ശേഷമാണ് കേസെടുത്തതെന്നും ഡിഐജി പറഞ്ഞു. 74 ഐഡന്റിഫൈഡ് അക്യൂസ്ഡ് മാർക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് വിത്ത് ദ എവിഡൻസ്. വീഡിയോ എവിഡൻസ് വെച്ചിട്ട് ഒരു 74 പ്രതികളെ ഞങ്ങൾ മാർക്കായിട്ടുണ്ട്. അല്ലാതെ ഫ്രണ്ടലി കളിച്ച ആളുകൾ മാത്രമല്ല, ബാക്കിൽ ക്രിമിനൽ കോൺസ്പിറസി ആൻഡ് അബെറ്റ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, അത് ചെയ്ത ആളുകൾ ഞങ്ങൾ കുറേ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ആളുകൾ പോലെ വി ആർ ട്രീറ്റിംഗ് ദം ആസ് മോർ ദാൻ അക്യൂസ്, മീൻസ് ഇവിടെ ചെയ്ത ഈക്വലൻ്റ് ആണ് അവർ. സോ അവരെ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പല സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സംഘമായാൽ, സൈബർ ബന്ധപ്പെട്ട സംഘങ്ങളായാൽ, അതേപോലെ ഞങ്ങൾ സെർച്ച് പാർട്ടികളായാൽ ഞങ്ങൾ ഫോറം ചെയ്ത് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അനീസ് അലി ചേരുന്നു. അനീസ്, കേസുമായി ബന്ധപ്പെട്ട് ഡിഐജി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? അതന്യ ഇന്നിപ്പോൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. അന്വേഷണ പുരോഗതി വിലയിരുത്താനാണ് ഈ യോഗം ചേർന്നത്. അതിനുശേഷമാണ് ഡിഐജി യതീഷ് ചന്ദ്ര ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് നേരത്തെ പോലീസ് ഉന്നയിച്ച വാദങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണമാണ് യതീഷ് ചന്ദ്രയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ 351 പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്, FIR ഇട്ടിരുന്നത്. അതിൽ കണ്ടാൽ തിരിച്ചറിയുന്ന ആളുകൾ എന്നർത്ഥത്തിൽ പരാമർശിച്ചിരുന്നതിൽ 74 പേരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ്. തെളിവില്ലാതെ ആരെയും കസ്റ്റഡിയിലെടുക്കുകയോ നടപടികളെടുക്കുകയോ ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2 പേരെയാണ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പോലീസിന്റെ നടപടികൾക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. പോലീസ് നടപടി ഉണ്ടായത് കൂടാതെ പോലീസിന്റെ ആ നടപടി ഉണ്ടാകുന്നത് കാര്യമായ പ്രകോപനങ്ങൾ ഇല്ലാതെയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായത് എന്ന് നാട്ടുകാർ പറയുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം ഇപ്പോൾ പോലീസ് ഈ രാത്രികാലങ്ങളിൽ വീടുകളിൽ പ്രതികൾക്കായി തെരച്ചിൽ നടത്തുന്നത് ഇന്നലെ പുലർച്ചെ വരെയൊക്കെ തെരച്ചിൽ നടത്തി എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പോലീസിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങൾ നമ്മളോട് സംസാരിച്ചത്. ആ സമയത്ത് അദ്ദേഹം നേരത്തെ പോലീസിന്റെ സ്റ്റാൻഡ് എന്താണോ അതിൽ ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് യതീഷ് ചന്ദ്ര പറഞ്ഞത്. കുറ്റക്കാർ ആരോ ബോധപൂർവ്വം ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്നത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. സമരക്കാരെല്ലാവരും തന്നെ, പ്രദേശവാസികൾ, സമരത്തിൽ പങ്കെടുത്തവരും അല്ലാത്തവരും എല്ലാം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു ഗൂഢാലോചനയും അവിടെ നടന്നിട്ടില്ല. സമരക്കാർ 6 വർഷമായി നടത്തുന്ന സമരമാണ്. കുട്ടികളും സ്ത്രീകളും മനുഷ്യകവചമായി അവരെ ഉപയോഗിച്ച് ഒരു നിക്ഷിപ്ത താല്പര്യക്കാർ എന്ന് യതീഷ് ചന്ദ്ര പറഞ്ഞിരുന്നു. അതിനെതിരെ വലിയ രോഷമാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. കാരണം ഈ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളും കുട്ടികളുമാണ്. അതുകൊണ്ട് ആ ആളുകൾ സമരത്തിൽ പങ്കെടുത്തു എന്നതാണ്. അതിനെയൊക്കെ ക്രിമിനൽ ഗൂഢാലോചന എന്ന തരത്തിൽ ആളുകൾ പറയുന്നതിൽ വലിയ പ്രയാസമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അതെല്ലാം ആവർത്തിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് യതീഷ് ചന്ദ്രയുടെ പ്രതികരണം ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.